നമസ്കാരം, ഞാൻ ഉന്മേഷ് വരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിനുള്ള രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അതേസമയം ആഭ്യന്തര വകുപ്പ് CBI അന്വേഷണത്തിനായി രേഖകൾ അയച്ചതിൽ പിഴവുണ്ടെന്ന് വ്യക്തമായി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഈ മാസം 9-ാം തീയതിയാണ് സർക്കാർ ഇറക്കിയത്. എന്നാൽ കേസിന്റെ മറ്റ് വിശദാംശങ്ങളുള്ള പ്രൊഫോമ റിപ്പോർട്ട് സർക്കാർ കൈമാറിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സർക്കാരിന് തലവേദനയുണ്ടാക്കിയ വീഴ്ചയുടെ ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായത്. ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത, സെക്ഷൻസ് ഓഫീസർ ബിന്ദു, ഓഫീസ് അസിസ്റ്റന്റ് അഞ്ജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തര സെക്രട്ടറിയുടെ വിശദമായ അന്വേഷണവും പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിൽ CBIക്ക് രേഖകൾ അയച്ചതിൽ അടിമുടി പിഴവുണ്ടെന്ന് കണ്ടെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കേണ്ട രേഖകൾ അയച്ചത് കൊച്ചിയിലെ CBI ഓഫീസിലേക്കെന്നാണ് കണ്ടെത്തൽ. ആദ്യ വിജ്ഞാപനം അയച്ചതിലുൾപ്പെടെ ഗുരുതര പിഴവുണ്ടായെന്നാണ് കണ്ടെത്തൽ. ഇന്നത്തെ പരിശോധനയിലാണ് ഇത് തെളിഞ്ഞത്. അന്വേഷണം വേഗത്തിലാക്കാൻ പിന്തുണ തേടി സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പ്രതിപക്ഷ നേതാവിനെ കണ്ടിരുന്നു. അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ മണ്ടനായിപ്പോയി. എൻ്റെ വായും എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് അടച്ചു വെച്ചു. അപ്പോൾ ആ ഒരാഴ്ച അവർക്ക് മതിയായിരുന്നു. ഞാൻ മിണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. തെളിവ് നശിപ്പിക്കേണ്ടത് നശിപ്പിച്ചു. എല്ലാം ചെയ്തു. എല്ലാവരും വാ മൂടിക്കെട്ടി. അതാണ് ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടിക്കെട്ടണം. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ്. അത് അത്യാവശ്യമാണ് എല്ലാവരും വാ മൂടിക്കെട്ടാനായിട്ട്. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഗവർണറും ഉറപ്പു നൽകി. So I have already assured them that it will be ensured that nobody is allowed to interfere with the proceedings of the inquiry committee. സംഭവം വിവാദമായതിനു പിന്നാലെ ഇന്ന് വൈകുന്നേരത്തോടെ പ്രൊഫോമ റിപ്പോർട്ട് ഇമെയിലായി കേന്ദ്ര സർക്കാരിനും CBI ഡയറക്ടർക്കും കൈമാറി. DYSP മുഖാന്തരം നേരിട്ടും റിപ്പോർട്ട് സമർപ്പിക്കും. 24 തിരുവനന്തപുരം. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ അപകടത്തിൽപ്പെട്ട ചരക്കപ്പലുണ്ടായിരുന്ന 22 ജീവനക്കാർ ഇന്ത്യക്കാരെന്ന് സൂചന. രാജേഷ് ഉണ്ണി എന്ന മലയാളിയുടെ സൈനർജി മറൈൻ എന്ന ഗ്രൂപ്പാണ് കപ്പൽ മാനേജ് ചെയ്യുന്നത്. കൊളംബോയിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ വൻകിട ഗ്രൂപ്പായ മെർസ്കാണ് ഈ കപ്പൽ ചാർട്ട് ചെയ്തത്. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉന്മേഷ്, ബാൾട്ടിമോർ നഗരത്തിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് കപ്പലിടിച്ച് തകർന്നത്. ഈ കപ്പൽ തകർന്നതിനെ തുടർന്ന് 7 പേർ വെള്ളത്തിൽ പോയി. അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ 2 പേരെ രക്ഷിക്കുവാൻ സാധിച്ചിരുന്നു. അപകട സമയത്ത് കപ്പലിൽ 22 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 20ഓളം പേർ മലയാളികളാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും ഈ ഡാലി എന്ന ഈ കപ്പൽ സിംഗപ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഗ്രേസ് ഓഷ്യൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുപോലെ ലോകവ്യാപകമായി 300-ലധികം കപ്പലുകൾ മാനേജ് ചെയ്യുന്ന മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ സിനർജി മറൈൻ ഗ്രൂപ്പ് സർവീസ് ആയിരുന്നു ഈ കപ്പലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ചുമതല. കപ്പൽ ശ്രീലങ്കയിലേക്ക് യാത്ര തിരിച്ചും 30 മിനിറ്റിനകമാണ് ഈ അപകടമുണ്ടായത്. പാലത്തിൽ നിന്ന് നിരവധി വാഹനങ്ങൾ പറ്റാപ്സ്കോ നദിയിലേക്ക് തെറിച്ചു വീണു. പാലത്തിലേക്കുള്ള വഴികളെല്ലാം അടച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 1:30 അപകടമെന്ന് മെരിലാൻഡ് അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇൻ്റർസ്റ്റേറ്റ് 695 ഈ പാലം ബാൾട്ടിമോർ തുറമുഖത്ത് നിന്ന് പുറത്തേക്കുള്ള ഒരു പ്രധാന ക്രോസിംഗ് കൂടിയാണ്. പറ്റാപ്സ്കോ നദിക്ക് മുകളിൽ 2.5 കിലോമീറ്ററിലധികം നീളമുള്ള ഈ 4-വരി പാലം ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായി തകർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു. ഈ അപകടത്തിൽ ദുരൂഹത ഇല്ലെന്നാണ് അധികൃതർ അതുപോലെ തന്നെ പോലീസും ഒക്കെ പറയുന്നത്. പക്ഷേ ഈ 50 അടി താഴ്ചയുള്ള വെള്ളത്തിൽ തണുപ്പും അതുപോലെ ഇതിൽ ഡീസൽ കലർന്നതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അമേരിക്കയുടെ ദേശീയ ഗാനം എഴുതിയ ഫ്രാൻസിസ് സ്കോട്ട് അഭിഭാഷകൻ്റെ പേരിലുള്ള ഈ പാലം 1977 145 മില്യണോളം ചെലവാക്കിയാണ് പണിതത്. ഇപ്പോൾ ഇത് പണിയണമെന്നെങ്കിൽ ഇതിൻ്റെ ഒരു 7 ഇരട്ടി തുകയെങ്കിലും വേണ്ടിവരും. ഏപ്രിൽ 22-ന് അതായത് 27 ദിവസത്തിന് ശേഷം ഈ കപ്പൽ ശ്രീലങ്കയിൽ എത്തേണ്ടതായിരുന്നു. മാർച്ച് 19-ന് പനാമയിൽ നിന്ന് വന്ന് ന്യൂയോർക്കിൽ നങ്കൂരമിട്ട കപ്പൽ ശനിയാഴ്ചയാണ് ബാൾട്ടിമോറിലേക്ക് എത്തിയത്. മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇടപെട്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കാനുള്ള നടപടി തുടങ്ങി. വിശദാംശങ്ങളുമായി ഇപ്പോൾ എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെട്ടിരിക്കുന്നു. ഇതിൽ സ്വമേധയാ കേസെടുക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടിക്കഴിഞ്ഞു. രജിസ്ട്രി മുഖേനയാണ് ഇപ്പോൾ അനുമതി തേടിയിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഒരുപക്ഷെ നാളെ തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായേക്കാം.
വളരെയധികം ഞെട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന സംഭവമാണ് നടന്നത് എന്ന് കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാളികാവിൽ 2.5 വയസ്സുകാരി ഫാത്തിമ നഫ്സിനെ പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് സ്വന്തം കുഞ്ഞല്ലെന്ന സംശയത്താലാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. റഷ്യൻ മനുഷ്യക്കടത്തിന് ഇരയായ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ 2 മലയാളികൾ ഇന്ത്യൻ എംബസിയിലെത്തി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ, പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ എന്നിവരാണ് മോസ്കോയിലെ എംബസിയിലെത്തിയത്. താൽക്കാലിക യാത്രാരേഖ വഴി ഇവരെ നാട്ടിലെത്തിക്കാനാണ് ശ്രമം. റഷ്യയിൽ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്താണ് അഞ്ചുതെങ്ങ് പൂവാർ സ്വദേശികളെ യുദ്ധഭൂമിയിലെത്തിച്ചത്. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസ് സെബാസ്റ്റ്യനും ഡേവിഡ് മുത്തപ്പനുമാണ് ഇന്ന് ഇന്ത്യൻ എംബസിയിൽ എത്തിയത്. ഇരുവരും താത്കാലിക യാത്രാരേഖകൾക്കായി അപേക്ഷ നൽകി. എംബസിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മള്. അപ്പോൾ നമ്മളത് പേപ്പറൊക്കെ വാങ്ങിച്ചു കേട്ടോ. പേപ്പറും ഫോട്ടോ അതൊക്കെ വാങ്ങിച്ചായിരുന്നു. നമ്മളെ ഫോമൊക്കെ പൂരിച്ച് കൊടുത്തിട്ടുണ്ട്. എംബസിയിലെത്തിയവർ ഉടൻ നാട്ടിലെത്തും എന്നാണ് പ്രതീക്ഷയെന്നും വാർത്ത ആശ്വാസം നൽകുന്നതാണെന്നും പ്രിൻസിന്റെ മാതാവ് നിർമ്മല. യുദ്ധഭൂമിയിൽ വെച്ച് പ്രിൻസിന് മുഖത്ത് വെടിയേൽക്കുകയും ഡേവിഡിന് കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശികളായ ടിനു പനിയടിമ, വിനീത് സിൽവ എന്നിവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ അഭിരാമിയാണ് മരിച്ചത്. വൈകിട്ട് 6:30 മെഡിക്കൽ കോളേജിന് സമീപം PT ചാഗോ നഗറിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. അനസ്തേഷ്യ കുത്തിവെച്ചതാണ് മരണകാരണം എന്നാണ് വിവരം. മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം വെള്ളനാട് അഭിരാമത്തിൽ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണപിള്ളയുടെയും രമാദേവിയുടെയും മകളാണ്. 4 മാസം മുൻപായിരുന്നു വിവാഹം. ഭർത്താവ് കൊല്ലം രാമനാട്ടുകര സ്വദേശി പ്രതീഷ് മുംബൈയിൽ ഡോക്ടറാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ED പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് നൽകുന്നതിനുള്ള നിയമോപദേശം തേടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തിരിച്ചടിയായി പഞ്ചാബിൽ നിന്നുള്ള MP BJPയിൽ ചേർന്നു. വരുൺ ഗാന്ധിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. വിവിധ മണ്ഡലങ്ങളിലെ NDA വനിതാ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിച്ചുള്ള പ്രധാനമന്ത്രിയുടെ സംഭാഷണത്തിലാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി TN സരസു കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. Sir, please could you do something against this, sir? Professor Sursuji, our government will take strict action against everyone involved, and we will ensure that the poor get justice. So, on behalf of me, you can promise them that whatever property attached by the ED, that money will be returned to the people, those who have invested in the bank. പശ്ചിമ ബംഗാളിൽ മികച്ച വിജയം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളും BJP ആരംഭിച്ചു. സന്ദേശ് ഖലി സമരങ്ങളിലെ മുന്നണി നേതാവും ബസീർഗഡ് സ്ഥാനാർത്ഥിയുമായ രേഖാ പത്രയെ പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് ഫോണിൽ വിളിച്ച് വിജയമുറപ്പിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി. കോൺഗ്രസിന് തിരിച്ചടിയായി പഞ്ചാബിൽ നിന്നുള്ള MP BJPയിൽ ചേർന്നു. ലുധിയാന MP രവനീത് സിംഗ് ആണ് BJPയിൽ ചേർന്നത്. അരവിന്ദ് കെജ്രിവാളിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിൽ രവനീത് സിംഗ് അതൃപ്തി പരസ്യമാക്കിയിരുന്നു. രാജസ്ഥാൻ, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് 6ാം ഘട്ട പട്ടികയിൽ BJP ഉൾപ്പെടുത്തിയത്. ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട മുൻ കോൺഗ്രസ് MLAമാർക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്ത്, കർണാടക, ബംഗാൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയും BJP ഇന്ന് പ്രഖ്യാപിച്ചു. 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായി. സീറ്റ് കിട്ടാത്തതിൽ അതൃപ്തിയിലുള്ള വരുൺ ഗാന്ധിയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങി. പാർട്ടിയുടെ നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും ഇന്ത്യ മുന്നണി വ്യക്തിഹത്യ നടത്തുകയാണെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 24 ഡൽഹി.
കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മുന്നണികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു. ഇന്ത്യ മുന്നണി വന്നാൽ പൗരത്വ നിയമം പിൻവലിക്കുമെന്ന് എ.കെ. ആന്റണി പറഞ്ഞു. പൗരത്വ നിയമത്തിന്റെ പേരിൽ LDFും UDFും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പൗരത്വ നിയമ ഭേദഗതി വരാനിരിക്കുന്ന ആപത്തുകളുടെ തുടക്കമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയുടെ പ്രതികരണം. പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമോ എന്ന ചോദ്യത്തിന് ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കുമെന്ന് എ.കെ. ആന്റണിയുടെ മറുപടി. എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും, അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ KPCC ആഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കിയെന്ന് കുറ്റപ്പെടുത്തിയ BJP അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പൗരത്വ നിയമ ഭേദഗതിയിൽ LDFിന്റേതും UDFിന്റേതും തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമെന്ന് വിമർശിച്ചു. രാഹുൽജിക്ക് കഴിഞ്ഞ തവണ 2019 വലിയ വിശ്വാസം വയനാട്ടുകാർ നൽകി. ഇത്രയധികം വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു. അന്ന് വോട്ടർമാർ വിചാരിച്ചത് പാവപ്പെട്ടവരാണ്, ആദിവാസികളാണ്, കർഷകരാണ്, കർഷക തൊഴിലാളികളാണ്, സാധാരണ മനുഷ്യരാണ്, ഞങ്ങളെ സഹായിക്കാൻ രാഹുൽജി ഉണ്ടാവുന്നായിരുന്നു. അദ്ദേഹത്തെ എവിടെയും കാണാനില്ല. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെതിരെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. കേരളത്തിൽ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനെയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. നീതീകരണമില്ലാത്ത അന്ധമായ ഇടതുപക്ഷ വൈരത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് BJPയും കോൺഗ്രസും കൈകോർത്ത് പിടിക്കുന്ന വിചിത്രമായൊരു ചിത്രമാണ് കേരളത്തിലെ ചിത്രം. അതേസമയം വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയുള്ള കോവിഡ് കള്ളി പരാമർശത്തിൽ LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് വക്കീൽ നോട്ടീസ് അയച്ച UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജോയ്സ് ജോർജ് നടത്തിയ ആരോപണത്തിന് എതിരെയാണ് ഡീൻ കുര്യാക്കോസ് മാനനഷ്ട കേസ് നൽകിയത്. ആരോപണം പിൻവലിച്ച് 15 ദിവസത്തിനകം പരസ്യമായി മാപ്പ് പറയണമെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. ഞാനൊരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പാർലമെന്റിൽ ചെയ്തതായിട്ടുള്ള ഒരു നടപടിയെ പരസ്യമായി വിമർശിക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ ഇത് വിമർശനമല്ല, ഇത് ശുദ്ധ അസംബന്ധവും തെറ്റിദ്ധരിപ്പിക്കലും പാവപ്പെട്ട ന്യൂനപക്ഷ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ഗുരുതരമായ ഒരു ആക്ഷേപമാണ് മുൻ MP എന്നുള്ള നിലയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാനനഷ്ട കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ യുവാവിന് പരിക്കേറ്റു. വടശ്ശേരിക്കര ബൗണ്ടറി ചെമ്പരത്തിമൂട് സ്വദേശി മജേഷിനാണ് പരിക്കേറ്റത്. മജേഷിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ഓടിയെത്തുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ, ഈ മേഖലയിൽ കാട്ടാന ശല്യം കുറച്ച് ദിവസങ്ങളായി രൂക്ഷമായിരുന്നു. എന്തായാലും കാട്ടാന ഇറങ്ങി, വനത്തിൽ നിന്നാണ് കാട്ടാന ഇറങ്ങിയത്. എന്തായാലും ആ പ്രദേശത്ത് ആ സമയത്ത് മജേഷും അതുപോലെ തന്നെ നാട്ടുകാരും ഉണ്ടായിരുന്നു. ഇവർ പടക്കം പൊട്ടിച്ച് കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെയാണ് തുമ്പിക്കൈ കൊണ്ട് കാട്ടാന മജേഷിനെ ആക്രമിക്കുന്നത്. മജേഷ് നിലത്ത് വീണു. നട്ടലിന് സാരമായ പരിക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മേഖലയിൽ വ്യാപകമായ തോതിൽ ഒരു കാട്ടാന കൂട്ടം വന്നു തന്നെ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരുന്നു. നിരവധി പരാതികളുണ്ടായിരുന്നു. എന്തായാലും ആ ഗ്രൂപ്പിൽപ്പെട്ട ആനകൾ തന്നെയാണ് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മജേഷിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രശ്നങ്ങളില്ല എന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഉന്മേഷം. ശരി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കൂപ്പൺ പിരിക്കാൻ KPCC നിർദ്ദേശം. സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ PCCകൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. എന്നാൽ ഈ തീരുമാനം തിരിച്ചടിയാകുമെന്നാണ് വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ വിലയിരുത്തൽ. BJPയും CPIഎമ്മും ഇറക്കുന്നത് പോലെ പണമിറക്കാൻ ആകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. സാധാരണഗതിയിൽ 3 ഘട്ടമായി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്നു. പ്രചരണ സാമഗ്രി തയ്യാറാക്കൽ, സ്ഥാനാർത്ഥികളുടെ പര്യടനം, നേതാക്കളുടെ പര്യടനം എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു പണം നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇതുവരെയും ആദ്യഘട്ട പണം പോലും ലഭിച്ചിട്ടില്ല. ദേശീയ നേതൃത്വം സാമ്പത്തിക പ്രതിസന്ധി തുറന്നു സമ്മതിച്ചതോടെയാണ് KPCC സ്വന്തം വഴി തേടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിവ് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടെങ്കിലും മറ്റു മാർഗങ്ങളില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീട് കയറുന്നതിനൊപ്പം പണപ്പിരിവ് കൂടി നടത്താമെന്നാണ് നിലവിലെ തീരുമാനം. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അവർ സഹായിക്കും, അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും, അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും. ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും.
നിലവിൽ സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിക്കുന്നത്. സമീപകാലത്ത് കെ കരുണാകരൻ മന്ദിരം, INTUC ഫണ്ട് എന്നിവയ്ക്കാണ് കോൺഗ്രസ് പിരിവ് നടത്തിയത്. സമരാഗ്നി പര്യടനത്തിനായി ഓരോ മണ്ഡലം കമ്മിറ്റിയും ഓരോ ലക്ഷം രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് കാര്യക്ഷമമായി നടക്കാത്ത പശ്ചാത്തലത്തിലാണ് കൂപ്പണടിച്ച് പിരിവ് നടത്താമെന്ന തീരുമാനത്തിലെത്തിയത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനായുള്ള കൂപ്പണുകൾ ബൂത്ത് തലങ്ങളിലെത്തും. 24 തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി വാർത്ത നിഷേധിച്ച് CPIM ജില്ലാ നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ മാത്രമാണ് നടന്നത് എന്നും മറ്റെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി VN വാസവൻ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തും. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ട സമയക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ CITU സംസ്ഥാന സെക്രട്ടറി PB ഹർഷകുമാർ മുൻ MLA പത്മകുമാറിനെ പിടിച്ചു തള്ളിയെന്നാണ് വാർത്ത. മന്ത്രി VN വാസവൻ പങ്കെടുത്ത യോഗത്തിനു ശേഷമായിരുന്നു കയ്യാങ്കളി. വാർത്ത പുറത്തുവന്നതോടെ CPIM ജില്ലാ നേതൃത്വം ഇത് നിഷേധിച്ചു. മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്. മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകുന്നത് ഇതാദ്യമായല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. കയ്യാങ്കളി സംഭവം മന്ത്രി VN വാസവനും നിഷേധിച്ചു. അവിടെ ആകെ ഒരു തർക്കം വേണമെങ്കിൽ പറയാവുന്ന ഈ മീറ്റിംഗ് വെക്കുന്നതിനെ സംബന്ധിച്ച സമയത്തിന്റെ കാര്യത്തിൽ ഹർഷനും പത്മകുമാറും തമ്മിൽ അന്യോന്യം അത് 3 മണിക്ക് വേണമെന്നും 5 മണിക്ക് വേണമെന്നും രാവിലെ വേണമെന്നും ഒരു തർക്കപ്രശ്നം ഉന്നയിച്ച് വേണമെങ്കിൽ അത് സ്വരം കൂട്ടിയായിരിക്കും. അതല്ലാതെ ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായിരുന്നു. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചാണ്. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ അനിഷ്ട സംഭവങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി VN വാസവൻ നേതൃത്വത്തെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തൽക്കാലം നടപടി വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്ത ദിവസം പത്തനംതിട്ടയിൽ എത്തും. 24 പത്തനംതിട്ട. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടയം കൂട്ടികളിൽ നിന്ന് കാണാതായ 2 കുട്ടികളെയും കണ്ടെത്തി. സ്കൂളിന് സമീപത്തെ റംബൂട്ടാൻ തോട്ടത്തിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിന്റെ PDF പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. DC ബുക്സിന്റെ പരാതിയിലാണ് നടപടി. പാലക്കാട് കുമരനെല്ലൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. കപ്പൂർ കൊളന്നൂർ സ്വദേശിയുടെ സ്കൂട്ടറിനാണ് തീപിടിച്ചത്. നാട്ടുകാർ ഇടപെട്ട് തീയണച്ചു. പന്തളം കുരമ്പാലയിൽ കെട്ടുകാഴ്ചക്കിടെ തേരിന് തീപിടിച്ചു. 40 അടിയോളം ഉയരമുള്ള തേരിന്റെ മുകൾ ഭാഗത്താണ് തീപിടിച്ചത്. സംഘാടകർ വെള്ളമൊഴിച്ച് തീയണച്ചു. ഹരിതവിവാദത്തിൽ നടപടി നേരിട്ട മുൻ MSF നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ച് ലീഗ് നേതൃത്വത്തിന് കത്ത് നൽകി. മുൻ MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ അടക്കമുള്ളവരാണ് കത്ത് നൽകിയത്. കോട്ടയം ഭരണങ്ങാനത്ത് കാറും ക്രെയിനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പാമ്പാടി സ്വദേശി ജെയിംസ് മാത്യു, പാലാ സ്വദേശി അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 7ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. ഛത്തീസ്ഗഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ മയിലാടുംതുറ മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് സുധാ രാമകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. 7ാം ഘട്ട പട്ടികയിലും അമേഠി, റായ്ബറേലി മണ്ഡലങ്ങൾ ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അടിത്തറ വിപുലമാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി BJPയും കോൺഗ്രസും. ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട കോൺഗ്രസിന്റേതടക്കമുള്ള മുൻ MLA-മാർക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP സീറ്റ് നൽകി. വരുൺ ഗാന്ധിയെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ശക്തമാക്കി. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അറസ്റ്റിനെതിരെ ആം ആദ്മി പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയും പ്രതിഷേധം ശക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് സമർപ്പിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുക. പ്രധാനമന്ത്രിയുടെ വസതി വളയാനുള്ള ആഹ്വാനം ഏറ്റെടുത്ത് പഞ്ചാബിൽ നിന്നടക്കം എത്തിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഡൽഹി പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ പോലീസ് വലിച്ചിഴച്ചു. പ്രതിഷേധത്തോടനുബന്ധിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും മെട്രോ സ്റ്റേഷനുകൾ അടച്ചും പോലീസ് പ്രതിരോധം തീർത്തു. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം ശക്തമാക്കി.
അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയെ ജയിലിൽ നിന്നും ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ഹർഷവർദ്ധൻ 24-നോട്. That he should resign from his post and give the responsibility to another person. If he gives the responsibility to another person, his government is going to stay. ED ആസ്ഥാനത്ത് ലോക്കപ്പിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി എങ്ങനെ ജലവിതരണം ഊർജിതമാക്കാൻ ആവശ്യപ്പെട്ട ഉത്തരവിറക്കിയെന്നതിൽ അന്വേഷണം നടത്തുന്നതിനിടെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉത്തരവിറക്കി. മൊഹല്ല ക്ലിനിക്കുകളിൽ സൗജന്യ പരിശോധനകളും മരുന്നും ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകുന്ന ഉത്തരവ് മന്ത്രി സൗരഭ് ഭരദ്വാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. और कुछ लोगों की तो दवाइयां ऐसी हैं जो जब तक जिएंगे तब तक उनकी दवा चलेगी. किडनी की जिनको बीमारियां हैं, जब तक जिएंगे तब तक डायलिसिस होगा, जब तक जिएंगे दवा चलेगी. ब्लड प्रेशर की दवा है, डायबिटीज की दवा है, इस तरह की कई ऐसी चीजें हैं. ED കസ്റ്റഡിയിൽ പോലും കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. 24 ഡൽഹി. ചൈനീസ് പൗരന്മാർക്ക് വീസ അനുവദിച്ചുമായി ബന്ധപ്പെട്ട കേസിൽ കാർത്തി ചിദംബരത്തിനെതിരെ ശാസ്ത്രീയ തെളിവുകളുണ്ടെന്ന് ED കുറ്റപത്രം. ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെ കവിതയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ചൈനീസ് പൗരന്മാർക്ക് വിസ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കാർത്തി ചിദംബരത്തിനെതിരെ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെന്നാണ് EDയുടെ വാദം. പിതാവ് പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കെ നടന്നത് ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന കള്ളപ്പണ ഇടപാടാണെന്നും ED പ്രത്യേക കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. കാർത്തി ചിദംബരം അടുത്ത സഹായി മുഖേന 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ED ആരോപണം. കേസിൽ ഏപ്രിൽ 15-ന് കാർത്തിയും മുൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് S ഭാസ്കർ രാമനും ഉൾപ്പെടെ 6 പേരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ CBI രജിസ്റ്റർ ചെയ്ത FIR-ന്റെ അടിസ്ഥാനത്തിലാണ് EDയും അന്വേഷണം ആരംഭിച്ചത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെ കവിതയെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയ ED കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അറിയിച്ചു. ഏപ്രിൽ 9 വരെയാണ് കവിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കെ കവിത പ്രതികരിച്ചു. ഇടക്കാല ജാമ്യം തേടി കവിത നൽകിയ അപേക്ഷ ഏപ്രിൽ 1-ന് പരിഗണിക്കും. മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിനും കെ കവിതയ്ക്കും നേരിട്ട് ബന്ധമുണ്ടെന്നാണ് EDയുടെ ആരോപണം. 24 ഡൽഹി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ BC ജോജോ അന്തരിച്ചു. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തെ പിടിച്ചുകുലുക്കിയ ശ്രദ്ധേയമായ പല വാർത്തകളും പുറത്തുകൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകനാണ് BC ജോജോ. നാളെ വൈകിട്ട് മയ്യനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. അന്വേഷണാത്മക റിപ്പോർട്ടുകളിലൂടെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനായിരുന്നു BC ജോജോ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെ കരുണാകരന്റെ രാജിയിലേക്ക് നയിച്ച പാമോലിൻ അഴിമതി സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് BC ജോജോയാണ്. മതികെട്ടാൻ കയ്യേറ്റം, മുല്ലപ്പെരിയാർ കരാറിലെ വീഴ്ചകൾ തുടങ്ങി ചർച്ചയായ പല വാർത്തകളും BC ജോജോയിലൂടെ പുറം ലോകമറിഞ്ഞു. കേരള കൗമുദി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു. മുല്ലപ്പെരിയാർ കരാർ വാർത്ത അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. മുല്ലപ്പെരിയാറിലേക്ക് വീണ്ടും എന്ന പേരിൽ ഈ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തി പിന്നീട് പുസ്തകവും BC ജോജോ പുറത്തിറക്കി. രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ സംബന്ധിച്ച വാർത്തകളും പലപ്പോഴും BC ജോജോയുടേതായിരുന്നു. വിൻസോഫ്റ്റ് ഡിജിറ്റൽ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ഇന്ത്യയിലെ ആദ്യ വെബ് TV-കളിലൊന്നായ ഇന്ത്യ പോസ്റ്റ് ലൈവിന്റെ എഡിറ്ററും MD-യുമായിരുന്നു. കൊല്ലം മയ്യനാട് സ്വദേശികളായ D ബാലചന്ദ്രൻ, P ലീലാവതി ദമ്പതികളുടെ മകനാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഓണററി അംഗമാണ്. നാളെ രാവിലെ 10 മുതൽ 11 വരെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് 4-ന് കൊല്ലം മയ്യനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. 24 തിരുവനന്തപുരം. നാളത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഫ്രണ്ട് ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.